കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എപ്പോഴും എൻ്റെ അടുത്തുണ്ടെങ്കിൽ നീ ഇതിലും ഭംഗിയായിരിക്കും. രവിയുടെ ശ്രീലക്ഷ്മിയായി എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായാൽ മതി. ഉണ്ടാവും, എൻ്റെ മനസ്സത് പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് ആശാനെ? ഇപ്പൊ നമ്മള് സൂപ്പർ അല്ലേ? ഭംഗിയല്ലേ? ഞങ്ങളുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പൂജ നടത്തുന്നതിന് ഗായത്രി അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ശ്രീലക്ഷ്മിയെ പ്രസവിച്ചു വളർത്തിയത് നിങ്ങളാണെന്നല്ലേ ഉള്ളൂ. അവൾ എനിക്ക് മോള് തന്നെയല്ലേ. മക്കള് നന്നായിരിക്കുന്നത് കാണാൻ വേണ്ടി ഏതൊരമ്മയും ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യുന്നുള്ളൂ. ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ നന്ദി പറയേണ്ട കാര്യമില്ല. നിങ്ങളെ പോന്നു കുറച്ചു നേരമായി. കൺമണി, മോളെ കൺമണി, കൺമണി മോളെ. അങ്ങനെ വിളിച്ച വിളി കേൾക്കില്ലമ്മേ. പിന്നെ ഹസ്തനപുരി കണ്ണമ്മ എന്ന് ശരിക്കും വിളിക്കണം. അങ്ങനെ വിളിച്ചാലേ വിളി കേക്കൂ. കണ്ണമ്മ, ഹസ്തനപുരി കണ്ണമ്മ, കണ്ണമ്മ മോളെ. രാജലക്ഷ്മി, എന്തോ? രാജലക്ഷ്മിയും രേഖയും ആരെയായി വിളിക്കുന്നത്? ആരെക്കുറിച്ചാ സംസാരിക്കുന്നത്? ആരായി കൺമണിയും കണ്ണമ്മയും ഒക്കെ? അയ്യോ, ഗായത്രി അമ്മയോട് പറയാൻ മറന്നുപോയല്ലോ. ആദ്യം ഞാൻ ഈ കാര്യം ഇവിടെയല്ലേ പറയേണ്ടിയിരുന്നത്. ഞാനിപ്പോ വിളിച്ചതേ വേറെ ആരെയല്ല, ഗായത്രി അമ്മയുടെ മൂത്ത മരുമകളായ ശ്രീലക്ഷ്മിയെ തന്നെയാ. ശ്രീലക്ഷ്മിയെ വേറെ പേര് പറഞ്ഞ് വിളിക്കുന്നത് എന്തിനാ? ശ്രീലക്ഷ്മിന്ന് തന്നെ വിളിച്ചാ പോരെ? പോരാ, ആ പേര് വിളിച്ചാലേ വിളി കേൾക്കാൻ ഇപ്പൊ ഈ വീട്ടിൽ അങ്ങനെ ഒരാളില്ല. പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? മൂത്ത മരുമകൾ ശ്രീലക്ഷ്മിയായി ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ ഇരിക്കുന്ന സുദർശന്റെ മകളല്ലെന്ന്. നീലഹസ്തി മലയിലെ വേറെ ആരുടെയോ മകളായി ജനിച്ച് ഹസ്തനപുരി കണ്ണമ്മ എന്ന പെൺകുട്ടിയാണെന്ന്. അതേ മധുരല്ലോ, സത്യോ അമ്മ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ കൺമുന്നിലുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ശ്രീലക്ഷ്മി അല്ല. അതേ മുഖഛായയും ശരീരഘടനയുള്ള കൺമണിയാണ്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇവിടെ ഇപ്പൊ ഉള്ളത് ശ്രീലക്ഷ്മി അല്ല എന്നോ? അതെ, നമ്മൾ ഈ TV ഷോകളിലൊക്കെ കാണാറില്ലേ,
മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ ഡ്യൂപ്പുകളെ. ഹ, അതേപോലെ ശ്രീലക്ഷ്മിയുടെ ഒരു ഡ്യൂപ്പ് മാത്രമാണ് ഇപ്പൊ ഇവിടെയുള്ള കൺമണി. രേഖ മാഡം, ആവശ്യമില്ലാത്ത പറയരുത്. എന്റെ മോളെ കണ്ട എനിക്കറിയാം. ആരിനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിച്ച് തരില്ല. അതെന്റെ മോള് ശ്രീലക്ഷ്മി തന്നെയാ. ഞാൻ പ്രസവിച്ച എന്റെ പൊന്നു മോള്. സരോജം വല്ലാതെ ഇമോഷണൽ ആവണ്ട. അത് ശ്രീലക്ഷ്മിയല്ല, വേറെ ആളാണെന്ന് മാത്രമേ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തെല്ലാം കേൾക്കാൻ കിടക്കുന്നു. രേഖ, നീയും നിന്റെ അമ്മയും വെറുതെ ഓരോന്ന് പറഞ്ഞ് എല്ലാരെയും തെറ്റിദ്ധരിപ്പിക്കരുത്. ഇതാണ് ഈ വീട്ടിലെ കുഴപ്പം. വേറെ ഏതോ മലയിലെയോ കാട്ടിലെയോ ഒരുത്തി ഈ വീട്ടിൽ കയറി വന്ന് ഇവിടെ ഉള്ളവരുടെ നെഞ്ച് കയറി നിന്ന് ചവിട്ട് നാടകം കളിക്കുന്നു. അത് നല്ല ധാരണയാ എല്ലാവർക്കും. സത്യം വിളിച്ചു പറയുമ്പോ അത് തെറ്റിദ്ധാരണ. അപ്പോ ഞങ്ങളുടെ മോള് ശ്രീലക്ഷ്മി യഥാർത്ഥ ശ്രീലക്ഷ്മി അല്ലെന്നാണോ നിങ്ങൾ പറയണത്? ഹോ, എന്റെ പൊന്നു മൂപ്പിലാനെ, ഈ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? അത് നിങ്ങളുടെ മോൾ അല്ലെന്നേ. നിങ്ങൾ തട്ടിപ്പോകുന്നു പേടിച്ച് അഭിനയിക്കാനായി വന്ന ഒരു നടി മാത്ര ആ കൺമണി പെണ്ണ്. നിങ്ങളുടെ സ്വന്തം മകളും ഇവിടെ ഉള്ളവളും തമ്മിൽ ഒരു പുലബന്ധം പോലും ഇല്ല. നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്? മതി, എല്ലാവരും പോകാൻ നോക്ക്. അതെന്താ മാത്രല്ലോ അങ്ങനെ പറയുന്നത്? ഇവിടെ എല്ലാവരും വിഷമിക്കുന്നത് ഞങ്ങൾ പറയുന്ന സത്യങ്ങൾ കേട്ടിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കത് പറയാൻ സാഹചര്യം ഉണ്ടാക്കിയത് ആരാ? ബ്രദറൻ-ലോ അല്ലേ? അതെന്താ എല്ലാവരും സൗകര്യപൂർവ്വം അങ്ങ് മറക്കുന്നത്? അപകടത്തിൽ ശ്രീലക്ഷ്മിയെ നഷ്ടപ്പെട്ടിട്ടും അത് പുറത്തു പറയാതെ ശ്രീലക്ഷ്മിയാണെന്നും പറഞ്ഞ് മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി. ഇതാണ് തന്റെ ഭാര്യ എന്നും പറഞ്ഞ് നാടകമൊക്കെ സംവിധാനം ചെയ്ത ബ്രദർ-ഇൻ-ലോ അല്ലേ കുറ്റക്കാരൻ? നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ശ്രീലക്ഷ്മിയെ തിരിച്ചു കിട്ടിയെന്നറിഞ്ഞ് സന്തോഷം അടക്കാനാവാതെ ആകാശത്തിലും ഭൂമിയിലും അല്ലാതിരുന്ന സമയത്ത് അവരെല്ലാവരെയും പറ്റിച്ചു. അതാണ് സത്യം. അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആർക്കും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല എന്ന് തോന്നുന്നു. എല്ലാവരെയും പറ്റിച്ച് പള്ളിയറയിലുണ്ടല്ലോ രണ്ടുപേരും. വിളിച്ചു ചോദിക്കേ, ഞങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോന്ന്. ആഹാ, വരുന്നുണ്ടല്ലോ. എന്താ അമ്മേ, ഇവിടെ നിന്ന് പ്രശ്നമുണ്ടോ? ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. സാക്ഷാൽ ആധ്യാത്മിക രാമായണത്തെ തോൽപ്പിക്കാൻ പാകത്തിന് ഒരു കഥ ഇവിടെ അരങ്ങേറുന്നുണ്ട്. അതുകണ്ട് ഇവിടെ കാണികളായ ഞങ്ങൾ എല്ലാവരും ത്രില്ലടിച്ചു നിൽക്കുന്ന കാര്യം പറയുമായിരുന്നു. കണ്ടു നിന്നവർക്കെല്ലാം മനസ്സിലായി ഇതൊരു നാടകമായിരുന്നു എന്ന്. നായകനും നായികയ്ക്കും മാത്രം മനസ്സിലായില്ല.
നീലഹസ്തി മലയിലെ കൺമണി ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മനായ കഥയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതിലെന്തെങ്കിലും പറയാനുണ്ടോ? രവി, എന്താ ഇതൊക്കെ? രാജലക്ഷ്മി രേഖയും പറയുന്നത് ശരിയാണോ? ഈ നിൽക്കുന്നത് ശ്രീലക്ഷ്മി അല്ലേ? ഏതോ കൺമണിയാണെന്ന ഇവര് പറയുന്നത്. തീർന്നു, എല്ലാം തീർന്നു. നീലഹസ്തി മലയിലേക്ക് വണ്ടി ഇനി എപ്പോഴാന്ന് മാത്രം അറിഞ്ഞാ മതി. എല്ലാം വാരിക്കെട്ടാനുള്ള സമയമായി. മോളെ, നീ ഞങ്ങളുടെ മോളന്ന് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇയാള് പറയുന്നതാണോ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? നിങ്ങൾ അയാളുടെ ഭൂതകാലമൊന്നും ഓർമ്മിപ്പിക്കണ്ട. ഇപ്പൊ പറഞ്ഞത് ഉള്ളതാണോ അല്ലയോ അത് മാത്രം അറിഞ്ഞാ മതി. അത് അയാള് തെളിയിച്ചോളും. എന്ത് നോൺസെൻസ് നിങ്ങൾ ഈ പറയുന്നതും ചെയ്യുന്നതും? എന്താ ഇതിന്റെ അർത്ഥം? ബ്രദറിൻലോ ക്ഷമിക്കണം. ഇവിടെ നോൺസെൻസ് കാണിച്ചതും പ്രവർത്തിച്ചതും ഞങ്ങളല്ല. പിന്നെ ഇതിന്റെ അർത്ഥം അത് തന്നെയാ ഞങ്ങൾക്കും അറിയേണ്ടത്. മോളെ ശ്രീലക്ഷ്മി, അല്ല കൺമണി, അല്ലല്ല ഹസ്തനപുരി കണ്ണമ്മ, സത്യം എന്താണെന്ന് വെച്ചാ അത് മര്യാദയ്ക്ക് ഇങ്ങ് പറ. എന്ത് സത്യം? എന്ത് സത്യം നമ്മൾ പറയേണ്ടത്? നമുക്കൊന്നും അറിയില്ല. നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഉത്തരം പറയേണ്ട ആവശ്യവും നമുക്കില്ല. വേണ്ട, നീ പറയണ്ട. ഉത്തരം പറയേണ്ടവർ ഇവിടെ വേറെയുണ്ട്. കേറി വാ.
മോൻ ധൈര്യമായിട്ട് പറഞ്ഞോ. ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ആ നിൽക്കുന്ന ചേച്ചി ആരാ? ആ അതെ, കൺമണി ചേച്ചി. ദേവി. അപ്പോ അത് ദേവിയുടെ ആരാ? എന്റെ അനിയത്തിയ കൺമണി. യോജത്തിന് എന്തു പറയാനുണ്ട്? പൈസയ്ക്ക് വേണ്ടി നാടകം കളിക്കുന്ന ഒരു നടി മാത്രോ? ആ വേഷം അഭിനയിച്ച് കഴിയുമ്പോ ഇവള് പോകും. പിന്നെ കണി കാണാൻ പോലും കിട്ടില്ല നിങ്ങൾക്ക് ഇവളെ. കാരണം നിങ്ങൾക്കുണ്ടായിരുന്ന മകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിന് യാതൊരു തെളിവുമില്ല.